പാർവതി, നീ അകത്ത് കിടന്ന് ശ്വാസം മുട്ടി ചാവ്. പാർവതി, ആരെങ്കിലും ഇതൊന്ന് തുറക്ക്. അയ്യോ, വിനയ്, റിയ, പാർവതി. റിയ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? ഫോണിൽ കൂടെ സംസാരിക്കാൻ കഴിയാത്ത കാര്യമാണെന്നാണല്ലോ അവൾ എന്നോട് പറഞ്ഞത്. എന്തായിരിക്കും ആ കാര്യം? ഇനി സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള പുതിയ വഴികൾ വല്ലതും അവൾ കണ്ടെത്തിയിട്ടുണ്ടാവും, അതോ പുതിയ വല്ല പണിയും വന്നിട്ടുണ്ടാവും? പാവം പാർവതി, ഇന്ന് അവൾ അവിടെ കിടന്ന് ശ്വാസം മുട്ടിച്ചാവും. അവള് ചാവണം, എങ്കിലേ എന്റെയും ജിത്തിന്റെയും പ്ലാനുകൾ എനിക്ക് വർക്കൗട്ട് ചെയ്യാനാവും. അവളുടെ ശല്യം ഒഴിവാക്കിയ പിന്നെ പ്രഭാവതിയെയും മോനെയും ഒഴിവാക്കുന്ന കാര്യം ഈസിയാണ്. ഇല്ലെങ്കിൽ പാർവതിയെ പൂട്ടിയിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നതിന്റെ ഉത്തരവാദിത്തം പ്രഭാവതിയുടെയും വിനയുടെയും തലയിൽ കെട്ടിവെച്ചിട്ട് രണ്ടിനും ജയിലിലേക്ക് അയക്കാം. അപ്പം നമ്മുടെ റൂട്ട് ക്ലീൻ ആവും. ഇവനിതെവിടെ പോയി? കാണുന്നില്ലല്ലോ. ഒത്തിരി നേരം ഇവിടെ നിന്നാ അത് അപകടമാവും. ജിത്തിൻ, ഞാൻ എത്ര നേരമായിട്ട് ഇവിടെ കാത്തു നിൽക്കുന്നു. നീ എന്താ വരാൻ വൈകിയേ? നീ കാര്യം പറയറിയ. ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോ ഏറ്റവും പ്രാധാന്യം തെളിവ് നശിപ്പിക്കലാണ്. നമ്മൾ ആ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള ഒരു തെളിവും അവശേഷിപ്പിക്കരുത്. അല്ല, താനിപ്പോ അതിന് എന്ത് കുറ്റകൃത്യാ ചെയ്തത്? ഞാനിപ്പോ ഒരു മർഡർ അറ്റംപ്റ്റ് നടത്തിയിട്ട് വരിക. മർഡർ അറ്റംപ്റ്റോ? നീ ആരെ കൊല്ലാൻ ശ്രമിച്ചത്? എന്താടി? നീ പ്രഭാവതി അമ്മയാണോ കൊല്ലാൻ ശ്രമിച്ചത്? അല്ല, മർഡർ അറ്റംപ്റ്റ് മാത്രമേ ഉള്ളൂ, അതോ മർഡർ ആയോ? റിയ, ആള് തട്ടിപ്പോയോന്ന്? ആള് തട്ടിപ്പോയിട്ടൊന്നുമില്ല. പക്ഷേ മിക്കവാറും ഇന്ന് രാത്രി വെളുക്കുമ്പോ ഇഹലോകവാസം വെടിഞ്ഞ് പരലോകത്തേക്ക് ചെല്ലും. അല്ല റിയ, ആരാ ഈ ചാവുന്നേ? രാത്രി വെളുക്കും മുമ്പ് ചാവൂന്ന് പറഞ്ഞതും എനിക്ക് മനസ്സിലായില്ല. പ്രഭാവതി അമ്മയെ തന്നെയാണോ നീ കിണിയിൽ കുരുക്കിയിരിക്കുന്നത്? അല്ല. പിന്നെ ആരെയാ? നമ്മുടെ മുഖ്യ ശത്രു. ആ ശത്രുവിന്റെ കഥ ഇന്ന് കഴിയും. പാർവതി? പാർവതിയാണോ? അതെ, പാർവതി തന്നെയാണ്. അല്ല, നീ അവളെ എന്ത് ചെയ്തു? എലിപ്പത്തായത്തിൽ വീഴും പോലെ, ആന വാരിക്കുഴിയിൽ വീഴും പോലെ പാർവതി ഞാൻ ഒരുക്കിയ കെണിയിൽ വീണു കഴിഞ്ഞു. ജിത്തിൻ, ഇങ്ങനെ സസ്പെൻസ് ഇട്ട് മനുഷ്യന്റെ BP കൂട്ടാതെ നടന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് തെളിച്ച് പറ. കമ്പനി നഷ്ടത്തിലായതിന്റെ വിവരങ്ങൾ കമ്പനി തൊഴിലാളികളും അറിഞ്ഞു തുടങ്ങി. അവരത് പരാതിയായി വിശാലിനെയും പാർവതിയെയും അറിയിച്ചു. അവരത് കേട്ട പാതി കേൾക്കാത്ത പാതി ഉടനെ വന്ന് പ്രഭാവതി അമ്മയെ ചോദ്യം ചെയ്തു. തൊഴിലാളികളെ ഇളക്കിവിട്ട് പ്രഭാവതി അമ്മയ്ക്കും വിനയ്ക്കും എനിക്കുമെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് പാർവതി പ്രഭാവതി അമ്മയെ വെല്ലുവിളിച്ചു. അവർക്കത് വല്ലാത്ത കലിയായി. പാർവതിക്ക് പണി കൊടുക്കണമെന്ന് അവരെന്നോട് ആവശ്യപ്പെട്ടു. എന്നാ പിന്നെ ഒടുക്കത്തെ പണി കൊടുക്കാന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. എന്നിട്ട് HR മാനേജരോട് പറഞ്ഞു പാർവതിയെ വീട്ടിലേക്ക് പറഞ്ഞു വിടണമെന്ന്. അവരതുപോലെ പാർവതിയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു.
വീട്ടിലെത്തിയ പാർവതിയോട് പാഴ്വസ്തുക്കൾ നിറച്ചിട്ടിരിക്കുന്ന മുറി തൂത്തു തുടച്ച് വൃത്തിയാക്കാൻ പ്രഭാവതി അമ്മ ആവശ്യപ്പെട്ടു. പാറ്റയും എലിയേയും ഒക്കെ അടിക്കുന്ന ആ കീടനാശിനിയുടെ ഗന്ധമേറ്റ് അതിശ്വസിച്ച് പാർവതി കുഴയും. ശ്വാസതടസ്സവും വൊമിറ്റിങ്ങും BP ഒക്കെ കൂടി അവള് വലയും. കുടിക്കാനാണേൽ അവിടെ ഉപ്പുവെള്ളം മാത്രമേ ഉള്ളൂ. ദാഹിച്ച് വലഞ്ഞ് അവൾ അതും കൂടെ കുടിക്കുമ്പോഴുണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ, അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവളിന്ന് നരകം കാണും. വെറും നരകങ്ങളല്ല, പുരാണങ്ങളിൽ പറയുന്നത് പോലെ 28 നരകങ്ങളും അവള് കാണും. അപ്പോ ഇന്നവള് ചത്തു തൊലയുന്നു ഉറപ്പായി. ഭാഗ്യം നമ്മളോടൊപ്പമാണെങ്കിൽ അവള് ചാവുന്ന തന്നെ എന്റെ പ്രതീക്ഷ. അവളെ അവിടെ നിന്ന് ആരും വന്ന് രക്ഷിക്കാൻ പോകുന്നില്ല. അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള യാതൊരു പഴുതുമില്ല. അവള് ചാവും. ഇത്തവണ അവൾ എന്തായാലും ചത്തിരിക്കും. അതോ അന്ന് കർപ്പൂരത്തിൽ ഒളിപ്പിച്ചിരുന്ന ബോംബ് പോലെ ആവോ? അന്ന് അവൾക്ക് എന്തോ ഭാഗ്യം ഉണ്ടായതുകൊണ്ടാ അവള് രക്ഷപ്പെട്ടത്. അല്ലറിയ, അപ്പോ അങ്ങനെ വല്ല ഭാഗ്യവും അവളെ അനുഗ്രഹിക്കോ? ഞാൻ പറഞ്ഞില്ലേ ജിതിൻ, അതിന് യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അതായത് നാളെ നേരം വെളുക്കുമ്പോ പാർവതിയുടെ മരണവാർത്ത അറിയാൻ സാധിക്കുമെന്ന് സാരം. അതെ, ഏതായാലും ഈ രാത്രി കഴിയും വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പാർവതി ചാവുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പ്രഭാവതി അമ്മയായിരിക്കുമല്ലോ. അവര് സന്തോഷിക്കും. ഹാ, പക്ഷെ മിക്കവാറും ആ സന്തോഷം അധികം വൈകാതെ ദുഃഖമായിട്ട് മാറും. അതിനുള്ള വഴിയാ ഞാൻ മനസ്സിൽ കാണുന്നത്. അല്ല, അതിനർത്ഥം അവർക്കും നീ ഒരു കെണി ഒരുക്കി വെച്ചിരിക്കുന്നു എന്നല്ലേ? അവരെ നമുക്കങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ ജിതിൻ? അവരെയും കൂടെ ഒതുക്കിയാലല്ലേ സ്വത്തുക്കൾ നമ്മുടെ കയ്യിൽ വന്ന് ചേരൂ. അതിനുവേണ്ടി എന്ത് പദ്ധതിയാ നീ മനസ്സിൽ കണ്ടിരിക്കുന്നത്? സിമ്പിൾ. പാർവതി ചത്ത അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ പ്രഭാവതിയുടെയും വിനയുടെയും തലയിൽ വീഴുന്ന വിധം ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്തു. അത് ഞാൻ പോലീസിനെ വിശ്വസിപ്പിക്കും. പാർവതിയെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് പോലീസ് പ്രഭാവതിയെയും വിനയെയും അറസ്റ്റ് ചെയ്യും. തീർന്നില്ലേ കഥ? റിയ, നീ ആള് ബുദ്ധിരാക്ഷസി തന്നെ. നിന്നെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. ഇതെല്ലാം എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ജിത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാ. ജിത്തിന് വേണ്ടി ഇനിയും ഞാൻ എന്തു വേണേലും ചെയ്യും. എനിക്കതറിയാം. നമുക്ക് ഈ അലച്ചിലുകളൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്നൊന്ന് സ്വസ്ഥമാവണം. ശത്രുക്കൾ ഒഴിഞ്ഞു പോയാൽ പിന്നെ കാര്യങ്ങളെല്ലാം സ്വസ്ഥമാവുമല്ലോ ജിത്തിൻ. നമ്മുടെ അധ്വാനത്തിന് ഏതാണ്ട് ക്ലൈമാക്സ് ആവാറായി. അധികം വൈകാതെ തന്നെ നമ്മൾ ഇവിടുന്ന് പറക്കും. അല്ല, കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചതിന് എനിക്ക് ട്രീറ്റ് ഒന്നുമില്ലേ? പിന്നെ റിയ എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി. എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യാം. നമുക്കേ എന്റെ ഗസ്റ്റ് ഹൗസിൽ പോയി എൻജോയ് ചെയ്യാം. നീ വാ. അല്ല, അപ്പൊ എന്റെ കാറോ? അതിവിടെ കിടക്കട്ടെ. നമുക്ക് എന്റെ വണ്ടി പോ. വാ. റിയ, എടി റിയേ, റിയേ. അല്ല, റിയ എവിടെയടി? നീ അവളെ വിളിക്കേ. ഓഹോ, ഇന്നും കുടിച്ചിട്ടുണ്ടല്ലേ? അതേടി, ഞാൻ ഇന്നും കുടിച്ചു. അതിന് നിനക്കെന്താ? നിനക്ക് ഞാൻ കപ്പം തരണോ? എടി, ഞാൻ കുടിക്കുന്നതിന് നിനക്ക് ടാക്സ് തരണോന്ന്? അതോ മാഡത്തിന്റെ പെർമിഷൻ വേണോ എനിക്ക് കുടിക്കാൻ?
അങ്ങോട്ട് മാറിയിക്കടി. എടി വഴിന്ന് അങ്ങോട്ട് മാറിയിക്കാൻ. മാറി നിക്കടി. നീ ആരാടി എന്റെ കൈ കയറി പിടിക്കാൻ? തൊട്ട് പോരു തന്നെ. എന്റെ ശരീരത്തിൽ തൊട്ട് പോരുത്. ഇനി തൊട്ടാ നിന്റെ കൈ ഞാൻ ചവിട്ടി പിടിക്കും. ഇതിനൊക്കെ കാരണക്കാരി അവളാ, റിയ. അവൾ ഒറ്റ ഒരുത്തിയാ നിങ്ങൾ എങ്ങനെ ചീത്തയാക്കുന്നേ. അവളാ നിങ്ങൾ എങ്ങനെ ഒരു മുഴുക്കുടിയനാക്കി മാറ്റിയത്. കേറണം കേട്ടോളെ. റിയയെ പറ്റി പറയാ. നീ ആരാടി? നീ ആരാന്ന്? എന്താ അവളെ പറഞ്ഞപ്പോ നിങ്ങൾക്കങ്ങ് പൊള്ളിയോ? അവളെ കുറിച്ച് നീ മിണ്ടരുത്. അവളെ കുറിച്ച് നീ ഒരക്ഷരം മിണ്ടരുത്. മിണ്ടിയ നിങ്ങൾ എന്ത് ചെയ്യും? ഇനി ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. റിയയെ ഇനി ഈ വീട്ടിൽ വെച്ച് ഉറപ്പിക്കാനും പറ്റില്ല. ഓടിച്ച് പുറത്താക്കി ഞാൻ അവളെ. എടീ ചേട്ടാ, എന്താടാ നിനക്കെന്താ ഇവിടെ കാര്യം? ഇത് ഞങ്ങൾ തമ്മിലുള്ള വഴക്കാ. അതിനിടയിൽ നീ എന്തിനാ വന്നേ? ഈ നിൽക്കുന്ന നിങ്ങളുടെ ഭാര്യയാണ്. ഭാര്യയുടെ നേർക്ക് കൈ ഉയർത്താൻ പാടില്ല. ഇവളുടെ നേരെ കൈ ഉയർത്തുക മാത്രല്ല, ഇവളെ ഞാൻ തല്ലും കൊല്ലും. അതിന് നീ എന്തിനാണ് ഇടപെടുന്നേ? മര്യാദയ്ക്ക് മുറി പോയി കിടക്ക്. അതാ നല്ലത്. ഇല്ലെങ്കിൽ ചേട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല. അത് ശരി. അപ്പൊ നീ അത്രയ്ക്കായല്ലേ? എടാ, എന്റെ മുന്നിലെ നിന്റെ ഉമ്മാക്കിയൊന്നും നടക്കില്ല. ആദ്യം ഇവളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. നിനക്ക് റിയ ഇവിടുന്ന് ഇറക്കി വിട അല്ലടേ. കൈയെടുക്ക്, കൈയെടുക്ക്. വിടും കൊല്ലോടി നിന്നെ. ഇങ്ങോട്ട് വന്നേ. നിശാ സാർ എന്താ ഇത്രയും വൈകുന്നു? ഓഫീസിൽ നിന്ന് വരാനുള്ള സമയം കഴിഞ്ഞല്ലോ. ശോ. നിശാ സാർ, താൻ എന്നെയും കാത്ത് മുഷിഞ്ഞിട്ടുണ്ടാവൂല്ലേ? അതല്ല, ഇത്രയും നേരമായിട്ടും കാണാത്തതുകൊണ്ട് സാറ് എവിടെ പോയിന്ന് ചിന്തിക്കുമായിരുന്നു ഞാൻ. ഇന്നെനിക്ക് ഒത്തിരി ജോലി ഉണ്ടായിരുന്നു പാർവതി. അമ്മ ഇന്നെന്നെ ആ സിറ്റി ബ്രാഞ്ചിലേക്കാ പറഞ്ഞു വിട്ടത്. അവിടുത്തെ ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ ഒത്തിരി വൈകി. അപ്പോ സാറിന്ന് നമ്മുടെ ഓഫീസിലുണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല. അയ്യോ, ഞാനത് അറിഞ്ഞില്ല. ഉടനെ സിറ്റി ബ്രാഞ്ചിലേക്ക് ചെല്ലണമെന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് പോയി. തന്നെ കാണാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പ്രഭാവതി അമ്മേ, നിങ്ങളുടെ ബുദ്ധി എനിക്ക് മനസ്സിലായി. എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി വിശാൽ സാറിനെ സിറ്റി ബ്രാഞ്ചിലേക്ക് പറഞ്ഞയച്ചു. വിശാൽ സാർ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ജോലിഭാരം കണ്ടിട്ട് എന്നെ സഹായിച്ചാലോ എന്ന് കരുതി അതിനൊരു തടയിട്ടതാണല്ലേ? കൊള്ളാം. എന്താടോ അതിനിടയ്ക്കൊരു ചിന്ത? ഒന്നുമില്ല. ഇതെല്ലാം പ്രഭാവതിയമ്മയുടെ പണിയായിരിക്കുമെന്ന് സാറിനോട് എങ്ങനെ പറയും? പറഞ്ഞാൽ അത് സാറിന് വിഷമാവും. അമ്മയെ ഏൽപ്പിച്ച ജോലികളെല്ലാം ചെയ്ത ശേഷം ഞാൻ അമ്മയൊന്ന് വിളിച്ചു. പക്ഷേ അമ്മ ഫോൺ എടുക്കുന്നില്ല. ഇടയ്ക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ വിളിച്ചിരുന്നു. അപ്പോഴും അമ്മ കോൾ അറ്റൻഡ് ചെയ്തില്ല. എന്തുപറ്റി? അമ്മയുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. ഫോണിൽ കിട്ടിയാലല്ലേ അതിന് സാധിക്കൂ. സാറ് ടെൻഷൻ ആവണ്ട. ബിസിനസ് ആകെ തകർന്നിരിക്കുമല്ലേ, അതിന്റെ സ്ട്രെസ് അമ്മയ്ക്കുണ്ടാവും. അതുകൊണ്ടാവും ചിലപ്പോൾ കോൾ എടുക്കാത്തത്. സാറ് നാളെ രാവിലെ അമ്മയെ പോയി കണ്ട് സംസാരിച്ചാൽ മതി. പാർവതി പറഞ്ഞത് ശരിയാ. ബിസിനസ് നഷ്ടത്തിലായത് അമ്മയെ മാനസികമായി തളർത്തിയിട്ടുണ്ടാവും. പാവം അമ്മ, എന്ത് ചെയ്യാനാ? വിനയും റിയയും കൂടിയല്ലേ കമ്പനിയെ ഈ ഗതിയിലാക്കിയത്.
ഇപ്പോഴത്തെ ഈ നഷ്ടം ഒഴിവാക്കി കിട്ടിയതേ അമ്മയ്ക്ക് വലിയ മനസ്സമാധാനം കിട്ടും. എത്രയും പെട്ടെന്ന് ഏത് വിധേനയും നഷ്ടം നികത്തണം. വിശ്വൻ സാർ, ഇപ്പോഴും യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് സാർ അറിയുന്നില്ലല്ലോ. സാറിൻ്റെ അമ്മയെ സാറിന് നഷ്ടമാക്കിയത് ആ ദുഷ്ടയാ. ഇന്ന് തന്നെ ആയാലും ദൈവം അവരെ വെറുതെ വിടില്ല. അമ്മയെ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടം സാർ അനുഭവിക്കുമ്പോൾ അത് കണ്ടില്ലെന്നടിക്കാൻ ഈശ്വരനാവില്ലല്ലോ. പ്രഭാവതി അമ്മയുടെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. അവര് നരകയാതന അനുഭവിക്കുന്ന നാളുകൾക്ക് ഇനി അധിക ദൂരമില്ല. വിപിൻ സാറേ, സിനിമ പൊളിച്ചു. ഈ സിനിമ ഇത്രയ്ക്കും ഗംഭീരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സൂപ്പർ സൂപ്പർ. എന്തായിരുന്നു ക്ലൈമാക്സ്? സത്യത്തിൽ ശരിക്കും അങ്ങ് ഞെട്ടിച്ചു കളഞ്ഞു. ഒരു ചെറിയ ഷോപ്പിംഗ് നടത്തിയിട്ട് ഉടനെ വരാന്ന് പറഞ്ഞല്ലേ നീ എന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയത്. എന്നിട്ടിപ്പോ മണിക്കൂർ എത്ര നേരമാ ആ ഷോപ്പിംഗ് മോളിൽ കയറി വെറുതെ കറങ്ങി നടന്ന് പാഴാക്കിയത്? പാഴാക്കിയെന്നോ? വിപിൻ സാർ എന്ത് വർത്തമാനേ പറയുന്നത്? നമ്മൾ ആ ഷോപ്പിംഗ് മോളില് വെറുതെ ചുറ്റിക്കറങ്ങിയതാണോ? ഈ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയതല്ലേ? അല്ല, ഈ ഷോപ്പിംഗ് എന്ന് പറയുമ്പോ എന്തെങ്കിലും ഓടിച്ചെന്ന് വാങ്ങിക്കൊണ്ട് വരാൻ പറ്റുമോ? നോക്കിയും കണ്ടും സെലക്ട് ചെയ്തല്ലേ വാങ്ങാൻ പറ്റൂ. അപ്പൊ സ്വാഭാവികമായിട്ടും സമയമെടുക്കും. അത്രയല്ലേ ഞാനും എടുത്തുള്ളൂ. എനിക്കിതൊന്നും അത്ര ഇഷ്ടമല്ല. അല്ല, ഷോപ്പിംഗ് ഇഷ്ടപ്പെടാതിരുന്നാ എങ്ങനെയാ ശരിയാവുക? അത് ഇഷ്ടപ്പെട്ടേ മതിയാകൂ. നീ ഇന്ന് കാണിച്ചത് ദൂർത്താ. ആയിക്കോട്ടെ സാറേ, ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ. അത് പരമാവധി ആസ്വദിച്ച് തന്നെ ജീവിക്കണം. അല്ലാതെ ചാകുമ്പോ ഈ സ്വത്തും വകയും പണവും ഒന്നും കെട്ടിപ്പൊതിഞ്ഞ് ആരും കൊണ്ടുപോവില്ല. ജീവിതത്തോട് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്തോണ്ടാ താനിത് പറയുന്നത്. അധ്വാനത്തിന്റെ വില അറിയാത്തോണ്ടാ താൻ ഇതൊക്കെ നിസ്സാരമായിട്ട് കാണുന്നത്. ഞാൻ എന്തിനു അധ്വാനിക്കണം? ഞാനൊരു കോടീശ്വരന്റെ ഭാര്യയാ. പല്ലവി, നീ കൂടുതൽ അഹങ്കരിക്കരുത്. അഹങ്കരിച്ചവരാരും ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല. അഹങ്കാരവും ധൂർത്തും നമ്മളെ നശിപ്പിക്കത്തേ ഉള്ളൂ. ഈ ഒരു ദിവസം പുറത്തു പോയി ഷോപ്പും ചെയ്തൊരു സിനിമയും കണ്ടു വന്നതിനാണോ സാർ ഈ പ്രസംഗം മുഴുവൻ നടത്തുന്നത്? പല്ലവി, നിനക്ക് പണത്തിന്റെയും സമയത്തിന്റെയും വില അറിയില്ല. അതൊക്കെ പാർവതി. നീ അവളെ കണ്ട് പഠിക്കണം. തുടങ്ങി പാർവതി പുരാണം. സാറേ, ചേച്ചിയെ എന്നെയും ചേർത്ത് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. അതെനിക്ക് ഇഷ്ടമല്ല. നല്ലത് പറയുന്ന അല്ലെങ്കിലും നിനക്ക് ഇഷ്ടമല്ലല്ലോ. ഏതായാലും നിന്റെ ഈ പണത്തിന്റെ ധാരാളിത്തം അമ്മ അറിയണ്ട. അയ്യോ, എന്നെ അവിടെ സാറിന് തെറ്റി. എന്നോട് സാറിനെയും കൂട്ടി സിനിമയ്ക്ക് ഷോപ്പിങ്ങിനും പോയിട്ട് വരാൻ പറഞ്ഞതേ അമ്മ തന്നെയാ. അയ്യേ, സാർ ചമ്മി പോയല്ലേ? പല്ലവി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അവൾക്ക് എല്ലാ ഒത്താശകളും ചെയ്ത് അവളെ ഇങ്ങനെ വഷളാക്കുന്നത് അമ്മയാ. അമ്മയെ കണ്ട് പല്ലവിയെ നിയന്ത്രിക്കണമെന്ന് പറയണം. അമ്മേ, അമ്മേ, അമ്മ ഇതെവിടെ പോയി? അമ്മ ഇതുവരെ വന്നില്ലേ? ഫോൺ എവിടെ ഉണ്ടല്ലോ, പക്ഷെ അമ്മ എവിടെ പോയി?
അമ്മേ 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 ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. അമ്മേ